ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ക്യാബേജ് തോരൻ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ക്യാബേജ് തോരൻ ഉണ്ടാക്കുവാനായി ഞാനിവിടെ ഒരു വലിയ ക്യാബേജിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. തീരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാബേജ് എടുക്കുമ്പോൾ കുറച്ച് നേരം ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കണം. അരിഞ്ഞതിന് ശേഷം അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 3.5 കപ്പുണ്ട്. ഏകദേശം 370 ഗ്രാം വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പുണ്ട്. അടുത്തത് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് സവോള, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് കുറച്ചുകൂടി വേണ്ടി വരും, അത് അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും ഇഷ്ടം വ്യത്യാസമാണല്ലോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി തോരൻ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു വലിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. നമ്മൾ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൂടുതൽ രുചിയായി കിട്ടും. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 10 മീഡിയം സൈസ് വെളുത്തുള്ളി ചതച്ചത്, ഇത് 1 ടേബിൾ സ്പൂൺ വരും. 1/2 ടീസ്പൂൺ ചതച്ച ഇഞ്ചി, 3 പച്ചമുളക് ചതച്ചത്, ഇവയെല്ലാം കൂടി ഇളക്കി കൊടുത്തുകൊണ്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളകിന് അധികം എരിവില്ല, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾ മുളക് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൂത്തൊരു നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും മറ്റും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ക്യാബേജും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നനവുണ്ട്. അതല്ല, ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്വല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി. നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ക്യാബേജ് വെന്ത് കിട്ടും. ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് നാടൻ കറികളുടെ വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാബേജ് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ക്യാബേജ് ഒത്തിരി വേവിച്ച് സോഫ്റ്റ് ആക്കിയിട്ടില്ല. ചെറുതായിട്ടൊന്ന് കടി കിട്ടാൻ പാകത്തിനാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. മൊത്തം 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും മുളകും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവയിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വറ്റി കിട്ടുന്നതിന് വേണ്ടി തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് 1 മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.